മൂന്നാറിൽ പൊമ്പിളൈ ഒരുമയുടെ സമരം മൂന്നാം ദിവസവും ശക്തമാകുന്നു. ട്രേഡ് യൂണിയനുകളുടെ സമരത്തിലും പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. മിനിമം കൂലി സംബന്ധിച്ച് ഇനി നടക്കുന്ന ചർച്ചകളിൽ തങ്ങളെ കൂടി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ സമരമുഖത്ത് നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് പൊമ്പിളൈ ഒരുമൈ. പെമ്പിളൈ ഒരുമയുടെ സമരം മൂന്നാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെയുണ്ടായ പാളിച്ചകളെല്ലാം ഏറെക്കുറെ നികത്തി കഴിഞ്ഞു. പുരുഷന്മാരെ കൂടി ഇന്നത്തെ സമരത്തിൽ പങ്കാളികളാക്കി. തോട്ടം മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് ഇനി നടക്കുന്ന ചർച്ചകളിൽ തങ്ങളെ കൂടി പങ്കെടുപ്പിക്കണമെന്ന തങ്ങളുടെ നിലപാട് പെമ്പിളൈ ഒരുമൈ സമരത്തിൽ പ്രഖ്യാപിച്ചു. ട്രേഡ് യൂണിയനെ മാത്രം വിളിക്കണോണ്ടല്ലേ അവർ പറയുന്നത് മാത്രം കേൾക്കണേ. ഞങ്ങൾക്ക് ഒരു അവസരം തരട്ടെ, ഞങ്ങൾക്ക് എന്താവശ്യമാണ്, ഞങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളത് ഞങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതേസമയം ട്രേഡ് യൂണിയനുകൾ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിനാണ് തുടക്കമിട്ടത്. പങ്കാളിത്തം വർദ്ധിച്ചത് ട്രേഡ് യൂണിയനുകളുടെ സമരത്തിന് ഉണർവേകിയിട്ടുണ്ട്. തൊഴിലാളികൾ രണ്ടായി പിരിഞ്ഞ് സമരം നടത്താതെ ഒന്നിച്ചു നിൽക്കണമെന്ന് സമരവേദിയിലെത്തിയ CPIM സംസ്ഥാന സമിതി അംഗം MM മണി അഭ്യർത്ഥിച്ചു. അതേസമയം ട്രേഡ് യൂണിയന്റെ സമരത്തിൽ പങ്കെടുത്ത് മടങ്ങിയവർ പെമ്പിളൈ ഒരുമയുടെ സമരപന്തലിന് സമീപമെത്തി പാർട്ടി പതാക വീശിക്കാണിച്ചത് പ്രകോപനമുണ്ടാക്കി. ഇരുവിഭാഗവും തമ്മിൽ അല്പനേരം വെല്ലുവിളിയുമുണ്ടായി. തുടർന്ന് ട്രേഡ് യൂണിയൻ അംഗത്തെ പരിഹസിച്ചുവെന്ന് ആരോപിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ മൂന്നാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് മൂന്നാറിൽ ക്യാമ്പ് ചെയ്യുന്നത്. മൂന്നാറിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.